ഈ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് വാട്ട് ഈസ് ലോഫുൾ കൺസിഡറേഷൻ ആൻഡ് ഒബ്ജക്റ്റ് എന്നുള്ളതാണ്. നമ്മൾ മുമ്പേ പറഞ്ഞിരുന്നു, ഒരു കോൺട്രാക്റ്റ് എന്ന് പറയുന്ന ഇറ്റ്സ് ആൻ എഗ്രിമെൻറ്റ് എൻഫോഴ്സിബിൾ ബൈ ലോയാണ്. അപ്പോൾ ഒരു എഗ്രിമെൻറ്റ് ഉണ്ടാവണമെങ്കിൽ അവിടെ ഒരു പ്രോമിസും കൺസിഡറേഷനും വേണം. അപ്പോൾ പ്രോമിസ് എന്താണെന്നും ഓഫർ ആൻഡ് അക്സെപ്റ്റൻസ് എന്താണെന്നും നമ്മൾ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് എന്താണ് കൺസിഡറേഷൻ എന്ന് നോക്കാം. കാരണം ഒരു മിയർ പ്രോമിസ് കൊണ്ട് മാത്രം ഒരു എഗ്രിമെൻറ്റ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നില്ല, അവിടെ കൺസിഡറേഷനും കൂടെ വേണം. ഒരു എക്സാമ്പിൾ പറയാം. ഞാൻ ഒരാളോട് പറയുകയാണ്, എൻ്റെ വീട് ഞാൻ നിനക്ക് 10 ലക്ഷം രൂപയ്ക്ക് തരട്ടെ, അതൊരു ഓഫറാണ്. അപ്പോൾ അത് കേട്ടിട്ട് അടുത്ത ആൾ പറയുകയാണ്, ഓക്കെ ഞാൻ 10 ലക്ഷം രൂപയ്ക്ക് വാങ്ങിച്ചോളാം. അതൊരു അക്സെപ്റ്റൻസ് ആണ്. അപ്പോൾ ഓഫറുമായി അക്സെപ്റ്റൻസുമായി അതുവഴി ഒരു പ്രോമിസ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടു. ഇനി അതൊരു എഗ്രിമെൻ്റ് ആയിട്ട് മാറണം എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ 10 ലക്ഷം രൂപ പ്രോമിസർക്ക് കൊടുക്കണം. ദെൻ പ്രോമിസർ തിരിച്ച് വീട് അയാളുടെ പേർക്ക് എഴുതിയും വെക്കണം. ഇവിടെ അപ്പോൾ ഈ വീടും അതുപോലെ തന്നെ ഈ കാശുമാണ് കൺസിഡറേഷൻ എന്ന് പറയുന്നത്. സോ കൺസിഡറേഷൻ എന്ന് പറഞ്ഞാൽ ക്വിഡ് പ്രോ ക്യോ, അതായത് സംതിങ് ഇൻ റിട്ടേൺ, പകരമായിട്ട് എന്തെങ്കിലും. ഇപ്പോൾ വീടിന് പകരം കാശ് കൊടുക്കുന്നു, അല്ലെങ്കിൽ ഡ്രസ്സിന് പകരം കാശാവാം, അല്ലെങ്കിൽ ഒരു കുപ്പി വെളിച്ചെണ്ണയ്ക്ക് പകരം 100 മുട്ടയാവാം. ഇങ്ങനെയൊക്കെ ഉള്ളതെല്ലാം കൺസിഡറേഷനാണ്. ഇനി സെക്ഷൻ 2D ഓഫ് ഇന്ത്യൻ കോൺട്രാക്റ്റ് ആക്ടിൽ എന്താണ് കൺസിഡറേഷൻ എന്ന് ഡിഫൈൻ ചെയ്യുന്നുണ്ട്. ഈ ഡെഫിനിഷനിൽ പാസ്റ്റ്, പ്രസൻറ്റ് ആൻഡ് ഫ്യൂച്ചർ കൺസിഡറേഷനെ കുറിച്ചിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. സെക്ഷൻ പറയുന്നത്, വെൻ അറ്റ് ദ ഡിസയർ ഓഫ് ദ പ്രോമിസർ ദ പ്രോമിസി ഓർ എനി അതർ പേഴ്സൺ ഹാസ് ഡൺ ഓർ അബ്സ്റ്റെയിൻ ഫ്രം ഡൂയിങ് സംതിങ്. അതായത് പ്രോമിസറിൻ്റെ ആഗ്രഹപ്രകാരം പ്രോമിസിയോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലുമോ എന്തെങ്കിലും ചെയ്യുകയോ അല്ലെങ്കിൽ ചെയ്യാതിരിക്കുകയോ ചെയ്യുന്നതിനെയാണ് നമ്മൾ കൺസിഡറേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞു, ഈ ഡെഫിനിഷൻ പ്രകാരം പാസ്റ്റ് കൺസിഡറേഷനും പ്രസൻറ്റ് കൺസിഡറേഷനും ഫ്യൂച്ചർ കൺസിഡറേഷനും വരുന്നത്. അതായത് ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, പണ്ട് ഞാനൊരു 10 ലക്ഷം രൂപ ഒരാളുടെ കയ്യിൽ നിന്ന് കടമായിട്ട് വാങ്ങിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് പിന്നീട് അയാൾ വന്നിട്ട് പറയുകയാണ്, നീ അന്ന് എൻ്റെ കയ്യിൽ നിന്ന് 10 ലക്ഷം രൂപ വാങ്ങിച്ചില്ലേ, അതിന് പകരമായിട്ട് എനിക്ക് നീ നിൻ്റെ പേരിലുള്ള വീടോ അല്ലെങ്കിൽ ഒരു കാറോ എന്താണെന്ന് വെച്ചാൽ തന്നാൽ മതി എന്ന് പറയുന്നു. അപ്പോൾ ഇവിടെ കൺസിഡറേഷൻ എന്ന് പറയുന്നത് പണ്ടേ ആ രൂപ കൊടുത്തിട്ടുണ്ടായിരുന്നു, അതിനാണ്. അപ്പോൾ അതൊരു പാസ്റ്റ് കൺസിഡറേഷനാണ്. ഇപ്പോൾ നമ്മളൊരു കടയിൽ പോയി ഒരു സാധനം അപ്പോൾ കാശ് കൊടുത്ത് വാങ്ങിക്കുന്ന അതൊരു പ്രസൻറ്റ് കൺസിഡറേഷനാണ് അവിടെ വരുന്നത്. ഇനി നമ്മളിപ്പോൾ ഒരാൾക്ക് ഒരു സാധനം കൊടുത്തിട്ട് പറയുകയാണ്, ഇതിൻ്റെ കാശ് നീ എനിക്ക് 2 ആഴ്ച കഴിഞ്ഞ് തന്നാൽ മതി എന്ന് പറഞ്ഞു കഴിയുമ്പോൾ അവിടെ നമുക്ക് വരുന്നത് എന്താണ്, ഒരു ഫ്യൂച്ചർ കൺസിഡറേഷനാണ്. സോ കൺസിഡറേഷൻ എന്ന് പറയുന്നത് പാസ്റ്റ് ആവാം, പ്രസൻറ്റ് ആവാം, ഫ്യൂച്ചർ ആവാം. അപ്പോൾ നിങ്ങൾക്കൊരു സംശയം തോന്നാം, എന്താണ് ഈ അബ്സ്റ്റെയിൻഡ് ഫ്രം ഡൂയിങ് സംതിങ്? ഒരു കാര്യം ചെയ്യാതിരിക്കുന്നത് എങ്ങനെയാണ് കൺസിഡറേഷൻ ആവുന്നത്? അതൊരു എക്സാമ്പിൾ വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. അതായത് ഞാൻ ഒരാളുടെ കയ്യിൽ നിന്ന് ഒരു 10,000 രൂപ കടം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ കുറച്ച് നാളായിട്ടും അത് അയാൾക്ക് തിരിച്ചു കൊടുക്കുന്നില്ല. അവസാനം ആ രൂപ എൻ്റെ കയ്യിൽ നിന്ന് റിക്കവർ ചെയ്യാനായിട്ട് അയാൾ കേസ് കൊടുക്കാൻ തീരുമാനിക്കുകയാണ്. അപ്പോൾ ഞാൻ അയാളോട് ചെന്ന് പറയുകയാണ്, ദയവേത് നിങ്ങൾ കേസൊന്നും കൊടുക്കരുത്, ഞാൻ ഒരു 2 ആഴ്ചയ്ക്കുള്ളിൽ ഈ 10,000 രൂപയും നിങ്ങൾ കേസ് കൊടുക്കാതിരുന്നാൽ അതിൻ്റെ ഒപ്പം ഒരു 1000 രൂപയും കൂടി എക്സ്ട്രാ തരാം എന്ന് പറയുന്നു. അപ്പോൾ എനിക്കെതിരെ കേസ് കൊടുക്കാതിരിക്കാൻ കൺസിഡറേഷനായിട്ട് ഞാൻ എന്താണ് കൊടുക്കുന്നത്? 1000 രൂപ എക്സ്ട്രാ ആണ്. അപ്പോൾ ഇതിനെയാണ് നമ്മൾ ഈ അബ്സ്റ്റെയിൻ ഫ്രം ഡൂയിങ് സംതിങ് എന്ന് ഉദ്ദേശിക്കുന്നത്. എന്തെങ്കിലും ചെയ്യാതിരിക്കുന്നതും ഒരു കൺസിഡറേഷനായിട്ട് കണക്കാക്കും. ഇനി എന്തൊക്കെയാണ് റൂൾസ് ഓഫ് വാലിഡ് കൺസിഡറേഷൻ എന്ന് നോക്കാം. ഫസ്റ്റ് തിങ് പറയുന്നത്, ഇറ്റ് മസ്റ്റ് മൂവ് അറ്റ് ദ ഡിസയർ ഓഫ് ദ പ്രോമിസർ. അതായത് എപ്പോഴും ഇവിടെ ഈ കൺസിഡറേഷൻ്റെ കാര്യം ഇനിഷ്യേറ്റ് ചെയ്യേണ്ടത് നമ്മുടെ പ്രോമിസർ ആയിരിക്കും. അപ്പോൾ നമ്മൾ ആദ്യമേ ഒരു എക്സാമ്പിൾ പറഞ്ഞു, പ്രോമിസറാണ് അങ്ങോട്ടേക്ക് ചെന്ന് പറയുന്നത്, എൻ്റെ വീട് ഞാൻ 10 ലക്ഷം രൂപയ്ക്ക് വിൽക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്, നീ വാങ്ങിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അവിടെ ആ കൺസിഡറേഷനും പ്രോമിസും എല്ലാം ഇനിഷ്യേറ്റ് ചെയ്യുന്ന ആരാണ്? നമ്മുടെ പ്രോമിസറാണിരുന്നത്. ഇപ്പോൾ എക്സാമ്പിൾ പറയുവാണെന്നുണ്ടെങ്കിൽ, വൈയുടെ വീടിന് തീ പിടിക്കുകയാണ്. അപ്പോൾ തീ പിടിക്കുമ്പോൾ എക്സ് ഓടി വന്നിട്ട് ആ തീയൊക്കെ കെടുത്താനായിട്ട് എല്ലാം ഹെൽപ്പ് ചെയ്യുന്നു. അതുകൊണ്ട് എക്സ് പറയുകയാണ്, നിൻ്റെ വീടിൻ്റെ തീയൊക്കെ കെടുത്താൻ ഞാൻ ഹെൽപ്പ് ചെയ്തില്ല, അതുകൊണ്ട് നീ എനിക്കൊരു കാശ് തരണം. കാരണം ഞാനൊരു കാര്യം നിനക്ക് അങ്ങോട്ട് ചെയ്യുമ്പോൾ പകരം നീ എനിക്ക് എന്തെങ്കിലും കൂടി ചെയ്യണ്ടേ. അങ്ങനെ എക്സിനെ ഡിമാൻഡ് ചെയ്യാനായിട്ട് പറ്റില്ല. കാരണം എക്സ് വോളണ്ടറിലി പോയിട്ട് ചെയ്തൊരു കാര്യമായിരുന്നു. വൈ ചോദിച്ചിട്ടോ അല്ലെങ്കിൽ അങ്ങനെ ചെയ്തു തരുമോ എന്നൊന്നും അപേക്ഷിച്ചിട്ടൊന്നും എക്സ് ചെയ്തൊരു കാര്യമല്ല. സോ ഇവിടെ അടുത്ത റൂൾ എന്ന് പറഞ്ഞാൽ, ഇറ്റ് മസ്റ്റ് മൂവ് ഫ്രം ദ പ്രോമിസി ഓർ എനി അതർ പേഴ്സൺ. ചിന്നയ്യ വേഴ്സസ് രാമയ്യയുടെ കേസ് ഇതിനൊരു ബെസ്റ്റ് എക്സാമ്പിളാണ്. ഈ കേസിൽ
ഒരു ഗിഫ്റ്റ് ഡീഡ് എഴുതി വയ്ക്കുകയാണ്, അവരുടെ മകളുടെ പേരിലാണ് എഴുതി വയ്ക്കുന്നത്, അവരുടെ പ്രോപ്പർട്ടി എല്ലാം മകൾക്ക് കൊടുക്കുന്നു എന്ന് പറഞ്ഞു. എന്നിട്ട് മകൾക്കൊരു ഡയറക്ഷനും കൊടുക്കും, നീ നിൻ്റെ ബ്രദറിന് ഒരു എമൗണ്ട് ആനുവിറ്റി ആയിട്ട് കൊടുക്കണം എന്ന് പറഞ്ഞു. പക്ഷേ ഈ മകള് ബ്രദറിന് ആനുവിറ്റി കൊടുക്കാനായിട്ട് റെഡി ആവില്ല. ഷീ ഡിക്ലൈൻഡ് ഇറ്റ്. അപ്പോൾ ഈ എമൗണ്ട് റിക്കവർ ചെയ്യാനായിട്ട് ബ്രദർ തൻ്റെ സിസ്റ്ററിനെ സ്യൂ ചെയ്യാനായിരുന്നു. അപ്പോൾ സിസ്റ്ററിൻ്റെ കണ്ടൻഷൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദർ വാസ് നോ കൺസിഡറേഷൻ ഫ്രം ദ ബ്രദർ ആൻഡ് ദാറ്റ് ഹി ഹാഡ് നോ റൈറ്റ് ടു സ്യൂ. ഞാൻ എന്തിനാണ് എൻ്റെ ബ്രദറിന് ഈ എമൗണ്ട് കൊടുക്കുന്നത്? ഈ എമൗണ്ടിന് പകരമായിട്ട് ഒരു കൺസിഡറേഷനും അവൻ ഇങ്ങോട്ടേക്ക് എനിക്ക് തരുന്നില്ലല്ലോ. പക്ഷെ കോർട്ട് പറഞ്ഞു, ഇറ്റ് ഈസ് നോട്ട് നെസസറി ദാറ്റ് കൺസിഡറേഷൻ മസ്റ്റ് മൂവ് ഫ്രം ദ പ്രോമിസി ഹിംസെൽഫ്. നിങ്ങൾ കൊടുക്കുന്ന ആനുവിറ്റിക്ക് പകരമായിട്ടുള്ള കൺസിഡറേഷൻ നിങ്ങളുടെ ഫാദർ, അതായത് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. സോ ദ ബ്രദർ വാസ് എൻടൈറ്റിൽഡ് ടു മെയിൻറ്റെയിൻ ദ സ്യൂട്ട് എന്ന് പറഞ്ഞു. ഇനി നെക്സ്റ്റ് റൂൾ ഫോർ വാലിഡ് കൺസിഡറേഷൻ എന്ന് പറഞ്ഞാൽ കൺസിഡറേഷൻ മേ ബി പാസ്റ്റ്, പ്രസൻറ്റ് ഓർ ഫ്യൂച്ചർ. നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ദെൻ കൺസിഡറേഷൻ ഷുഡ് ബി റിയൽ ആൻഡ് നോട്ട് ഇല്യൂഷണറി. അതായത് കൺസിഡറേഷൻ എപ്പോഴും റിയൽ ആയിട്ടുള്ളൊരു സാധനമായിരിക്കണം. ഒരു ഇല്യൂഷനിൽ നിന്നൊരു സംഭവം ഒന്നും ഉണ്ടാക്കാൻ പാടില്ല. ഫോർ എക്സാമ്പിൾ പറയുവാണ്, നീ എനിക്കൊരു 10,000 രൂപ താ, നിനക്ക് ഞാൻ അമ്പിളിമാമനെ പിടിച്ചു തരാം. അതൊരു ഇല്യൂഷനാണിരുന്നത്. അതിനെ നമുക്ക് ഒരിക്കലും കൺസിഡറേഷനായിട്ട് കാണാൻ പറ്റില്ല. അതുപോലെ കൺസിഡറേഷൻ മസ്റ്റ് ബി സംതിങ് ഓഫ് വാല്യൂ ഇൻ ദ ഐസ് ഓഫ് ലോ. നിയമത്തിൻ്റെ മുമ്പിൽ ആ കൺസിഡറേഷന് എന്തെങ്കിലും ഒരു വാല്യൂ കാണണം. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുവാണെന്നുണ്ടെങ്കിൽ, ഞാൻ പറയണതാ എനിക്കൊരു 1000 രൂപ താ, എന്നിട്ട് നീ കീറി പറഞ്ഞ ഡ്രസ്സ് എടുത്തുകൊണ്ട് പോക്കും. കീറി പറഞ്ഞ ഡ്രസ്സ് എന്ന് പറയുമ്പോൾ അതിന് പ്രത്യേകിച്ച് ഒരു വാല്യൂ ഒന്നുമില്ല, അത് ഉപയോഗിക്കാൻ പോലും പറ്റില്ല. പക്ഷേ ആ കീറി പറഞ്ഞ സാധനത്തിന് എന്തെങ്കിലും ഒരു ആൻറ്റീക് വാല്യൂ ഉണ്ടെങ്കിലോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇമോഷണൽ അറ്റാച്ച്മെൻ്റ് ഉള്ളൊരു ഡ്രസ്സാണെങ്കിലോ അതിന് ഒരു വാല്യൂ ഉണ്ടെന്ന് നമുക്ക് പറയാം അല്ലേ. സോ അങ്ങനെ എന്തെങ്കിലും രീതിയിലുള്ളൊരു വാല്യൂ ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്കതിനൊരു കൺസിഡറേഷൻ എന്ന് പറയാൻ പറ്റുള്ളൂ. സെക്ഷൻ 25 ഓഫ് ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് പറയുന്നത് എഗ്രിമെൻറ്റ് വിത്തൗട്ട് കൺസിഡറേഷനെ കുറിച്ചിട്ടാണ്. എഗ്രിമെൻറ്റ് വിത്തൗട്ട് കൺസിഡറേഷൻ ഇസ് കൺസിഡേർഡ് ആസ് വോയിഡ്. ഏത് ടൈപ്പ് എഗ്രിമെൻറ്റും ആയിക്കോട്ടെ, അവിടെ കൺസിഡറേഷൻ ഇല്ല എന്നുണ്ടെങ്കിൽ അതിനൊരു വോയിഡ് എഗ്രിമെൻ്റ് ആയിട്ടാണ് കാണുന്നത്. അതിന് യാതൊരുവിധ നിലനിൽപ്പും ഇല്ല എന്നുള്ളത്. പക്ഷേ അക്കോർഡിംഗ് ടു സെക്ഷൻ 25 ക്ലോസ് 1 ടു സെക്ഷൻ 25 ക്ലോസ് 3 ചില ടൈപ്പ് ഓഫ് എഗ്രിമെൻറ്റുകൾക്ക് കൺസിഡറേഷൻ ഇല്ലെങ്കിലും വാലിഡ് ആയിട്ട് കാണാറുണ്ട്. അതിനകത്ത് ഫസ്റ്റ് വൺ ആണ് എഗ്രിമെൻറ്റ് എക്സ്പ്രസ്ഡ് ഇൻ റൈറ്റിംഗ് ആൻഡ് രജിസ്റ്റേർഡ് അണ്ടർ ദ ലോ ഫോർ ദ ടൈം ബീങ് ഇൻ ഫോഴ്സ് ഫോർ ദ രജിസ്ട്രേഷൻ ഓഫ് ഡോക്യുമെൻറ്റ്സ് ആൻഡ് ഈസ് മെയ്ഡ് ഓൺ അക്കൗണ്ട് ഓഫ് നാച്ചുറൽ ലവ് ആൻഡ് അഫെക്ഷൻ ബിറ്റ്വീൻ ദ പാർട്ടീസ് സ്റ്റാൻഡിങ് ഇൻ എ നിയർ റിലേഷൻ ടു ഈച്ച് അതർ. അതായത് നമ്മുടെ ഏറ്റവും അടുത്ത റിലേറ്റീവ്സിന്, അത് മക്കളായിക്കോട്ടെ, പാരൻസ് ആയിക്കോട്ടെ, സഹോദരങ്ങളായിക്കോട്ടെ, അവർക്ക് നാച്ചുറൽ ലവ് ആൻഡ് അഫെക്ഷൻ്റെ പേരിൽ നമ്മൾ എന്തെങ്കിലും കൊടുത്തുകൊണ്ട് ഒരു എഗ്രിമെൻ്റ് എഴുതി വെച്ചാൽ അത് വാലിഡ് ആയിട്ടുള്ള എഗ്രിമെൻ്റ് ആയിരിക്കും. അപ്പോൾ അതിന് ഏറ്റവും നല്ലൊരു എക്സാമ്പിളാണ് നമ്മൾ വിൽപ്പത്രം എഴുതുക എന്ന് പറയുന്നത്. നമ്മുടെ മക്കൾക്ക് നമ്മുടെ സ്വത്ത് എഴുതി കൊടുക്കുകയാണിരുന്നത്. അത് അവരിൽ നിന്നും ഒന്നും തിരിച്ച് ഒരു കൺസിഡറേഷനായിട്ട് വാങ്ങിച്ചുകൊണ്ടല്ല, നമ്മളൊരു ഗിഫ്റ്റായിട്ട് നമ്മളിത് കൊടുക്കുകയാണിരുന്നത്. പക്ഷേ ഒറ്റ കാര്യമാണ് ഇവിടെ നോക്കേണ്ടതുള്ളൂ, ഇറ്റ് ഈസ് എക്സ്പ്രസ്ഡ് ഇൻ റൈറ്റിംഗ് ആൻഡ് രജിസ്റ്റേർഡ് അണ്ടർ ലോ ആയിരിക്കണം. എങ്കിൽ മാത്രമാണ് ഈ പറയുന്ന എഗ്രിമെൻറ്റിന് വാലിഡിറ്റി ഉണ്ടാവുകയുള്ളൂ. ക്ലോസ് 2 പറയുന്നത് വോളണ്ടറി സർവീസുകളെ കുറിച്ചിട്ടാണ്. വോളണ്ടറി സർവീസിലും ഈ പറയുന്ന യാതൊരുവിധ കൺസിഡറേഷനും ഉണ്ടാവണം എന്നില്ല. അത് ഞാൻ സ്വമേധയാ ചെയ്യുന്ന, എൻ്റെ ഇഷ്ടം കൊണ്ട് ഞാൻ ചെയ്തു കൊടുക്കുന്ന ഒരു കാര്യമായിരിക്കും. അപ്പം തിരിച്ച് ഒന്നും എക്സ്പെക്റ്റ് ചെയ്ത് ചെയ്യുന്നതായിരിക്കില്ല. പിന്നെ ചില ടൈപ്പ് ഓഫ് വോളണ്ടറി സർവീസസ് ഉണ്ട് ലോ നമ്മളോട് ചെയ്യണം എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിളാണ് കമ്മ്യൂണിറ്റി സർവീസ്. ദെൻ തേർഡ് വൺ എന്ന് പറയുന്നത് ടൈം ബാർഡ് ഡെപ്റ്റിനെ കുറിച്ചിട്ടാണ്. ടൈം ബാർഡ് ഡെപ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ലിമിറ്റേഷൻ ആക്ട് പ്രകാരം ഒരു ഡെപ്റ്റ് നമുക്ക് തിരിച്ചു വാങ്ങിക്കുന്നതിന് ഒരു സമയപരിധിയുണ്ട്. നമ്മളുടെ ലിമിറ്റേഷൻ ആക്ട് പ്രകാരം അത് 3 കൊല്ലം, അതായത് ഡ്യൂ ആയതിന് ശേഷം 3 കൊല്ലം എന്നുള്ളതാണ്. അതിനുള്ളിൽ ആ ഡെപ്റ്റ് അത് കൊടുത്ത ആൾ തിരിച്ചു വാങ്ങിച്ചില്ല എന്നുണ്ടെങ്കിൽ ലിമിറ്റേഷൻ ആക്ട് പ്രകാരം പിന്നെ അയാൾക്ക് ലീഗലി അത് തിരിച്ചു വാങ്ങിക്കാനായിട്ടുള്ള അവകാശമില്ല. സോ ഈ ലിമിറ്റേഷൻ ആക്ട് പ്രകാരം ടൈം ബാർഡ് ഡെപ്റ്റിൽ എത്തിക്കഴിഞ്ഞ ഈ ഡെപ്റ്ററോ അല്ലെങ്കിൽ അയാളുടെ ഏജൻറ്റോ ഒരു എഗ്രിമെൻറ്റ് വഴി പറയുവാണ് ഞങ്ങളിത് തന്നോളാം, അങ്ങനെയുള്ള എഗ്രിമെൻറ്റും ഇവിടെ വാലിഡാണ്. ഇനി സെക്ഷൻ 25 പറയാത്ത ചില ടൈപ്പ് ഓഫ് എഗ്രിമെൻ്റ് ഉണ്ട്, കൺസിഡറേഷൻ ഇല്ലെങ്കിൽ പോലും വാലിഡ് ആവുന്ന. അതിനകത്ത് ഫസ്റ്റ് വൺ ആണ് ക്രിയേഷൻ ഓഫ് ഏജൻസി. സെക്ഷൻ 185 പറയുന്നുണ്ട്. ഇവിടെയും കൺസിഡറേഷൻ അവർക്ക് നിർബന്ധമില്ല, പക്ഷേ ആ എഗ്രിമെൻറ്റ് വാലിഡാണ്. ദെൻ കോൺട്രാക്ട് ഓഫ് ബെയിൽമെൻറ്റ് സെക്ഷൻ 148 പറയുന്നുണ്ട്. കോൺട്രാക്ട് ഓഫ് ബെയിൽമെൻറ്റിലും കൺസിഡറേഷൻ ഇല്ലെങ്കിൽ പോലും കോൺട്രാക്ട് ഓഫ് ബെയിൽമെൻറ്റ് ഈസ് വാലിഡ്.
ദെൻ ലാസ്റ്റ് വൺ ചാരിറ്റിക്ക് ഈ പറയുന്ന പോലെ തിരിച്ചൊന്നും എക്സ്പെക്റ്റ് ചെയ്തുകൊണ്ടല്ലല്ലോ നമ്മൾ അങ്ങനെ ഒരു എഗ്രിമെൻറ്റിലെത്തുന്നത്. സോ ചാരിറ്റിക്ക് വേണ്ടിയിട്ടുള്ള എഗ്രിമെൻറ്റുകളും ഈ പറയുന്ന പോലെ കൺസിഡറേഷൻ ഇല്ലെങ്കിലും വാലിഡാണ്. ഇനി സെക്ഷൻ 23 ലോഫുൾ കൺസിഡറേഷൻ ആൻഡ് ഒബ്ജക്റ്റിനെ കുറിച്ച് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇതുവരെ കൺസിഡറേഷൻ എന്താണെന്നൊക്കെ പറഞ്ഞു. ഈ ഒബ്ജക്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് സബ്ജക്റ്റ് മാറ്റർ ഓഫ് ദാറ്റ് കോൺട്രാക്റ്റാണ്. അതായത് ഒരു കോൺട്രാക്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്ന ഒരു വസ്തു ഉണ്ടാവില്ല, ഒരു സബ്ജക്റ്റ് ഉണ്ടാവുമായിരുന്നു. അത് ചിലപ്പോൾ എന്തെങ്കിലും വസ്തു ആവാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സർവീസ് ആവാം, എന്തും ആവാം. അപ്പോൾ ഒരു എഗ്രിമെൻറ്റിലുള്ള കൺസിഡറേഷനും ഒബ്ജക്റ്റും എപ്പോഴും ലോഫുൾ ആയിരിക്കണം. ഇനി സെക്ഷൻ 23 എപ്പോഴാണ് ഒരു കൺസിഡറേഷൻ ഓർ ഒബ്ജക്റ്റ് ഓഫ് ആൻ എഗ്രിമെൻറ്റ് അൺലോഫുൾ ആകുന്നത് എന്നും പറയുന്നുണ്ട്. ആൻഡ് ദ ഫസ്റ്റ് വൺ ആണ് ഇഫ് ഇറ്റ് ഈസ് ഫോർബിഡൻ ബൈ ലോ. അതായത് ലോ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു ഹിന്ദു മാൻ, അപ്പോൾ ആസ് പെർ ഹിന്ദു ലോ സ്പൗസ് ജീവിച്ചിരിക്കെ മറ്റൊരാളെ കല്യാണം കഴിക്കാനായിട്ട് പാടില്ല. സോ അങ്ങനെ ഒരു നിയമം ഇരിക്കെ ഒരു ഹിന്ദു മാരീഡ് മാൻ ഒരു പെൺകുട്ടിയെ കല്യാണം കഴിക്കാം എന്ന് പറഞ്ഞൊരു എഗ്രിമെൻറ്റിൽ എത്തിയാൽ ദാറ്റ് എഗ്രിമെൻറ്റ് ഇസ് വോയിഡ് ബിക്കോസ് ദ സെക്കൻഡ് മാരേജ് ഈസ് ഫോർബിഡൻ ബൈ ഹിന്ദു മാരേജ് ആക്ട്. ഇനി അടുത്ത് പറയുന്നത് ഇറ്റ് ഈസ് ഓഫ് സച്ച് നേച്ചർ ദാറ്റ് ഇഫ് പെർമിറ്റഡ് ഇറ്റ് വുഡ് ഡിഫീറ്റ് ദ പ്രൊവിഷൻ ഓഫ് ലോ. നമ്മൾ മുന്നേ പറഞ്ഞ ഫോർബിഡൻ ബൈ ലോയുമായിട്ട് സിമിലാരിറ്റി ഉള്ള അതേ കാര്യം തന്നെയാണ് ഇതിനകത്തും പറയുന്നത്. ദെൻ തേർഡ് വൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇഫ് ഇറ്റ് ഇസ് ഫ്രോഡുലൻ്റ് ആയിട്ടുള്ള വേയിക്കോടെയാണ് ഒബ്ജക്റ്റ് ഓഫ് ദിസ് കോൺട്രാക്റ്റ് അല്ലെങ്കിൽ കൺസിഡറേഷൻ ഓഫ് ദിസ് കോൺട്രാക്റ്റ് നേടിയെടുക്കുന്നതെന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് ഓൾസോ unlawful. Then fourth one is involve or implies injuries to the person or property of another. ഈ എഗ്രിമെൻറ്റ് പ്രകാരം ആരെങ്കിലും തല്ലിയിട്ടോ അല്ലെങ്കിൽ അയാളുടെ പ്രോപ്പർട്ടിക്ക് എന്തെങ്കിലും ഡാമേജ് വരുത്തിയിട്ടോ ഒക്കെയാണ് കാര്യങ്ങൾ നേടിയെടുക്കാൻ പറയുന്നതെന്നുണ്ടെങ്കിൽ that is also an unlawful consideration or an object. ഇനി ലാസ്റ്റ് വൺ പറയുന്നത് കോർട്ട് റിഗാർഡ് ഇറ്റ് ആസ് ഇമ്മോറൽ ഓർ ഒപ്പോസ് ടു പബ്ലിക് പോളിസി. കോർട്ട് പറയുകയാണ് ഈ എഗ്രിമെൻറ്റിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഇമ്മോറലാണ് അല്ലെങ്കിൽ ഓർ ഒപ്പോസ്ഡ് ബൈ പബ്ലിക് പോളിസിയാണ് എന്ന് പറഞ്ഞാൽ ദാറ്റ് എഗ്രിമെൻറ്റ് ഈസ് ഓൾസോ അൺലോഫുൾ. പിയേഴ്സ് വേഴ്സസ് ബ്രൂക്സിൻ്റെ കേസ് നോക്കാം. ഒരു പഴയ കേസാണ് 1866. ഇവിടെ ഡി ഒരു പ്രോസ്റ്റിറ്റ്യൂട്ടാണ്. അവർ പിയുടെ കാറ് ഹയർ ചെയ്യാണ് ഫോർ ദ പേർപ്പസ് ഓഫ് പ്രോസ്റ്റിറ്റ്യൂഷൻ. ആൻഡ് പിക്ക് അറിയാം ഈ കാറ് ഹയർ ചെയ്തതിൻ്റെ പർപ്പസും ഇത് തന്നെയാണെന്ന്. ദെൻ ഭയങ്കര ഡാമേജ്ഡ് കണ്ടീഷനിലാണ് ഡി ഈ കാറ് പിക്ക് തിരിച്ചു കൊടുക്കുന്നത്. അതുകൂടാതെ ഡി പിയുടെ പേയ്മെൻറ്റും കൊടുക്കുന്നില്ല. ദെൻ പി കോർട്ടിനെ അപ്രോച്ച് ചെയ്യാണ് ഡാമേജസും പേയ്മെൻറ്റും ഒക്കെ കിട്ടുന്നതിന് വേണ്ടിയിട്ട്. പക്ഷെ കോർട്ട് പറയും പി നോസ് ദാറ്റ് ഇറ്റ് വാസ് ടു ബി യൂസ്ഡ് ഫോർ ഇമ്മോറൽ പർപ്പസ്. ഇറ്റ് വാസ് ഹെൽഡ് ദാറ്റ് ഇറ്റ് കുഡ് നോട്ട് റിക്കവർ ഹയർ ചാർജസ് എന്ന് പറഞ്ഞു. നെക്സ്റ്റ് ഈസ് സെക്ഷൻ 24. ഈ സെക്ഷൻ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു എഗ്രിമെൻറ്റിൽ ഒരു പാർട്ട് ഓഫ് കൺസിഡറേഷൻ മാത്രമായിരിക്കാം അൺലോഫുൾ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ പോലും ആ എഗ്രിമെൻറ്റിനെ വോയിഡായിട്ട് തന്നെയാണ് കാണുന്നത്.